പ്ലാനിങ്ങിന്റെ ടൈമിൽ വാസ്തു നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യാറുള്ളത്? ഇതിൽ കുറച്ച് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വാസ്തുശാസ്ത്രപ്രകാരം അല്ല ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു സ്റ്റഡി പോയിൻ്റാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടോക്കിൽ നിർത്താൻ പറ്റുന്ന ഒരു പോയിൻ്റ് അല്ല, അതിൻ്റെ ഡെപ്തിലായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ കൃഷ്ണജ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഹായ് മാം, ഞാൻ കൃഷ്ണജ. ഹലോ കൃഷ്ണജ, ഹൗ ആർ യു? ഫൈൻ മാം. മാം സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു കൃഷ്ണജ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മാം. മാം, മൊണായ് ആർക്കിടെക്ട്സ് ആൻഡ് ഗൃഹ ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? ആക്ച്വലി മൊണായ് ആർക്കിടെക്ട്സ് ആൻഡ് ഗൃഹ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം 16 years ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ കൺസൾട്ടിങ്, ഇന്റീരിയർ കൺസൾട്ടിങ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഫർണിഷിംഗ്. ഈ ഒരു 4 സർവീസാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ മാം. ഈ 4 സർവീസസും ഒരുമിച്ചിട്ടാണോ ചെയ്യാറുള്ളത് അതോ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാറുണ്ടോ? നമ്മൾ ഈ 4 സർവീസും ഒരുമിച്ചും ചെയ്യാറുണ്ട്, സെപ്പറേറ്റും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കൃഷ്ണജ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആർക്കിടെക്ചറൽ കൺസൾട്ടിങ് എന്നുള്ള പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യൽ സൈറ്റ് വിസിറ്റ് തൊട്ടിട്ട് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്, അതേപോലെ തന്നെ ബഡ്ജറ്റ്, അതിൻ്റെ പ്ലാനിങ്, എക്സ്റ്റീരിയർ എലിവേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യും. കൺസൾട്ടിങ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ഓരോ ഡിസൈൻസ്, അപ്പോൾ റൂം വൈസ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം നമ്മുടെ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് അത് 3D ആയിട്ട് കൺവേർട്ട് ചെയ്ത് ക്ലയൻറ്റിന് കൊടുക്കും. പ്ലസ് അതിൻ്റെ ഡ്രോയിങ്സും വരും, അതിൻ്റെ ബഡ്ജറ്റിങ്ങും വരും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആർക്കിടെക്ചറൽ കൺസൾട്ടിങ് തന്നെ കിട്ടി. അത് പ്രകാരമായിരിക്കും നമുക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കൃഷ്ണജിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ആർക്കിടെക്ചറൽ കൺസൾട്ടിങ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കേജിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ മാത്രമാണ് സെപ്പറേറ്റ് വരുന്നുള്ളൂ. കൺസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ ഈ കൺസൾട്ടിങ്ങും കൺസ്ട്രക്ഷനും നമ്മൾ എൻഡ് ചെയ്യുന്നു, ഇൻറ്റീരിയർ ഫർണിഷിംഗ് എല്ലാം ഉൾപ്പെടെ എൻഡ് ചെയ്യുന്നു. ദെൻ ഇൻറ്റീരിയർ ഡിസൈനിങ്. ഇപ്പോൾ കൃഷ്ണജ വേറൊരാളുടെ നിന്ന് കൺസ്ട്രക്ഷൻ ചെയ്യിപ്പിച്ചു, ഇൻറ്റീരിയർ നമുക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ കൃഷ്ണജയുടെ അടുത്ത് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ്, പ്ലാനിങ്ങോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നുമില്ല, വെറും ഈ കൺസ്ട്രക്ഷൻ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഡ്രോയിങ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൺസൾട്ടിങ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ പാക്കേജിൽ നമുക്ക് ഇൻറ്റീരിയർ തൊട്ടിട്ടാണ് വരിക, അതിൻ്റെ മെഷർമെൻറ്റ്സ്, ഡീറ്റെയിൽസ് എല്ലാം എടുത്ത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഈ ഒരു കൺസൾട്ടിങ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് സ്പേസ് പ്ലാൻ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സ്പേസ് പ്ലാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് കൺസ്ട്രക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാറുണ്ട്. കൺസ്ട്രക്ഷൻ സെപ്പറേറ്റ് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്രോയിങ്സ്, സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ക്ലയൻറ്റ് ആർക്കിടെക്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഞ്ചിനീയേഴ്സിനെ കൊണ്ടോ അവർക്ക് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ഉണ്ടാവും. അതിൽ നമുക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഇട്ട് ആ ഒരു ഡിസൈന് പ്രാക്ടിക്കലി വയബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. കാരണം ഏതൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രാക്ടിക്കലി വയബിൾ ആയിട്ട് മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസും അതേപോലെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് നമ്മൾ ആ ഡിസൈൻ ഫ്രീസ് ചെയ്തിട്ട് അതും നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ ഫർണിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ഫേമാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ കൃഷ്ണജയ്ക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃഷ്ണജയുടെ റൂമിന് വേണ്ട സൈസിന് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് നമ്മുടെ ഡിസൈൻ പ്രകാരം നമുക്ക് കറക്റ്റായിട്ട് മോഡുലാർ രീതിയിൽ നമുക്ക് അവിടെ ഫർണിഷിങ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറി സിസ്റ്റം ഉള്ളത് കാരണം കൊണ്ട് ഇതെല്ലാം ഒരു കറക്റ്റ് ഒരു കുടക്കീഴിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ഒരു വീടിന് വേണ്ട എല്ലാ ഡിസൈനിങ് തൊട്ടിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സർവീസായിട്ട്. ഓക്കെ മാം. കൺസൾട്ടിങ് പാക്കേജ് പറഞ്ഞല്ലോ, അതിൽ പ്ലാനിങ്ങിന്റെ ടൈമിൽ വാസ്തു നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യാറുള്ളത്? ആക്ച്വലി വാസ്തു എന്ന് പറയുന്നത് ഒരു സയൻസാണ്. നമ്മൾ ആർക്കിടെക്ചറൽ കൺസൾട്ടിങ്, അതായത് കൺസൾട്ടിങ് എടുക്കുന്ന സമയത്ത് പ്ലാനിങ് എന്ന് പറയുമല്ലോ, ഈ പ്ലാനിങ് തന്നെയാണ് സയൻറ്റിഫിക്കലി നമ്മൾ ഒരു സ്പേസിനെ വിൻഡിൻ്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ സണ്ണിൻ്റെ ഡയറക്ഷനും വിൻഡിൻ്റെ ഡയറക്ഷനും ആ ഒരു സ്ഥലം എങ്ങനെ ഏത് രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്, റോഡിൽ നിന്ന് താഴെയാണോ മേലെയാണോ, ആ സ്ഥലം എത്ര വീതിയുണ്ട് നീളമുണ്ട് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ വാസ്തുശാസ്ത്രം ഓരോ സ്പേസിങ് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ഉണ്ടാക്കുന്ന വീട്ടിൽ സന്തോഷത്തോടുകൂടി സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സയൻറ്റിഫിക്കായിട്ട് ഈ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള വാസ്തു പൊസിഷനെല്ലാം നമ്മുടെ ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൽ കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇതിൽ കുറച്ച് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വാസ്തുശാസ്ത്രപ്രകാരം അല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റഡീസ് എല്ലാം നടത്തുമല്ലോ, നമ്മുടെ ഈ ഒരു സ്റ്റഡി ടൈമിൽ, ആർക്കിടെക്ചറൽ സ്റ്റഡി ടൈമിൽ നമ്മൾ ഈ ഒരു സ്റ്റഡീസ് എല്ലാം നടത്തുന്ന സമയത്ത് ഒരുപാട് 4 കെട്ട് വീടുകളും 8 കെട്ട് വീടുകളും ഈ ഒരു വാസ്തുശാസ്ത്രപ്രകാരം അല്ല ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു സ്റ്റഡി പോയിൻ്റാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടോക്കിൽ നിർത്താൻ പറ്റുന്ന ഒരു പോയിൻ്റ് അല്ല, അതിൻ്റെ ഡെപ്തിലായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ കേരളത്തുകാർ നമ്മൾ വാസ്തുശാസ്ത്രം നോക്കുന്ന സമയത്ത് കിച്ചൺ, ഫോർ എക്സാമ്പിൾ കിച്ചൺ വയ്ക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ്. അത് തമിഴ്നാട് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അത് നോർത്ത് വെസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഓരോ ശാസ്ത്രങ്ങളും അതാത് ഏരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ അത്രയും സ്പെസിഫിക് ആയിട്ട് പോവണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ക്ലയൻറ്റിന് അത്രയും സ്പെസിഫിക് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മണിയടി ശാസ്ത്രം നോക്കുന്നുണ്ട്, വാസ്തുശാസ്ത്രം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുണ്ട്. അതെല്ലാം സ്റ്റഡി ചെയ്ത് ക്ലയൻറ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ മാം, വാസ്തു പ്ലാനിങ്ങിൽ മാം തമിഴ്നാട് സൈഡിൽ കിച്ചണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ഈ തമിഴ്നാട് സൈഡ് അതുപോലെ കേരളയിൽ നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ മാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് അവിടെ വരുന്നത്? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര ഒരു എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ കാലാവസ്ഥ, അതേപോലെ എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ഡിസൈൻ ചെയ്യുന്നത്. തമിഴ്നാടിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മെയിനായിട്ട് പറയുമ്പോൾ പ്ലാനിങ് അങ്ങനെ പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നത്. മേ ബി അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു 7,000 അല്ലെങ്കിൽ 12,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്പേസ് പ്ലാൻ ഇല്ലാതെയാണ് മെയിനായിട്ട് അവിടെ ഞാൻ കാണുന്നത്. അപ്പം നമുക്കതിൽ വരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ അറിവില്ലായ്മയാണ് അത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ട്സ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഡെക്കോർ ഉണ്ട്. ആർക്കിടെക്ട്സ് എപ്പോഴും നമുക്ക് ഈ വീടിനെ കുറിച്ചിട്ടും അതേപോലെ പ്ലാനിങ്ങിനെ കുറിച്ചും ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടും അതേപോലെ കേസ് സ്റ്റഡി ആയിട്ടൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള നോളജ് ഉണ്ട്. അത്രയും നോളജ് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് സൈഡ് ഉണ്ടാവുക. അവർ മെയിനായിട്ട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുക. അപ്പൊ എഞ്ചിനീയേഴ്സിന് നമ്മൾ ഈ ഒരു സ്പേസ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ഒരു ആർക്കിടെക്ട്സിന് ഈ ഒരു സ്പേസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് വരും. അപ്പോൾ ക്ലയന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എബോവ് 3,000 സ്ക്വയർ ഫീറ്റ് ആണ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്ത് സ്പേസ് പ്ലാൻ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക, ഡിസൈൻ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക, ഇന്റീരിയർ ആൻഡ് കോസ്റ്റ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് പോകുന്ന സമയത്ത് ഹ്യൂജ് ഏരിയ ആയിരിക്കും. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അത്രയും നമ്മൾ പുറമേ നോക്കുന്ന സമയത്ത് ഒരുപാട് വലിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഇൻസൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ അപ്സെറ്റ് ആവും. കാരണം നമുക്കറിയാലോ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ ഇത്ര കോസ്റ്റ് വരുന്നത് നമുക്ക് ഇന്റേണലി അറിയാം. അതിന്റെ ഒരു വാല്യൂ ഓഫ് സ്പേസ് ഉണ്ട്. ആ സ്പേസ് പല പ്രൊജക്റ്റിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എനിക്ക് മെന്റലി ഒരു ഡിസ്റ്റർബൻസ് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ മാം, സർവീസസിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ കേരളവും തമിഴ്നാടും അല്ലാതെ വേറെ എവിടേക്കാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്ച്വലി കൺസൾട്ടിങ് ആൻഡ് ഫർണിഷിങ് ഓൾ ഓവർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ കേരളത്തിലും തമിഴ്നാടുമായിട്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ കൂടുതൽ ക്ലയൻറ്റും NRIs ആണ്. അവർ US, UK അതേപോലെ സ്വിറ്റ്സർലാൻഡ്, GCC കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലയൻറ്റുകൾ കൂടുതലുള്ളത്. ഒരുപാട് ക്ലയൻറ്റുകളുണ്ട്. ഓക്കെ മാം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. ഇനി കുറച്ചും കൂടെ ഡൗട്ട്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ടൈം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു മാം ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു കൃഷ്ണജ.